my dear students, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡാറ്റ ടൈപ്സ് ഇൻ സി. ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് എന്ന് റെപ്രസെന്റ് ചെയ്യാനാണ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. അത് ഇൻറ്റീജർ ടൈപ്പ് ആവാം, ക്യാരക്ടർ ആവാം, ഫ്ലോട്ടിംഗ് ആവാം, ഡബിൾ ആവാം. ഡാറ്റ ടൈപ്സ് ഇൻ സി 3 ടൈപ്സ് ആയിട്ടാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക. അതിൽ ഫസ്റ്റ് വൺ ബേസിക് ഡാറ്റ ടൈപ്സ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് primary data type. Second one, derived data types. Third one, user defined data types. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഈ പ്രൈമറി ഡാറ്റ ടൈപ്സ് ആണ്, അല്ലെങ്കിൽ ബേസിക് ഡാറ്റ ടൈപ്സ് ആണ്. അത് 6 ടൈപ്സിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്റിജർ, ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടർ, ബൂളിയൻ, വോയിഡ് എന്നുള്ളതാണ് അതിന്റെ 6 ടൈപ്സ്. ഫോർ എക്സാമ്പിൾ, integer type of data നെ represent ചെയ്യുന്ന data type int ആണ്. floating point data type നെ represent ചെയ്യുന്ന data type float. then double ആണെങ്കിൽ double, double. then char character നെ represent ചെയ്യുന്നത് char. അത് മാത്രം സിംഗിൾ കോട്ട്സിലായിട്ടാണ് represent ചെയ്യാം. ഓരോ ഡാറ്റ ടൈപ്പിന്റെ വാല്യൂ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും അത് സെമിക്കോളൻ എൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ ഇന്റീജർ ടൈപ്പ് ഡാറ്റ. ഇന്റീജർ ടൈപ്പ് ഡാറ്റയിൽ പോസിറ്റീവ് വാല്യൂസ് വരാം, നെഗറ്റീവ് വാല്യൂസ് വരാം, 0 വരാം. ഇന്റ് എന്നുള്ള കീവേഡ് ആണ് അതിൽ യൂസ് ചെയ്യുക. അതിനൊരു റേഞ്ച് ഉണ്ട്. നമുക്ക് അതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇതും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതുമാണ്. ഇൻ ബിറ്റ്വീൻ ദീസ് 2 വാല്യൂസ് ആണ് അതിന്റെ റേഞ്ച് കിടക്കുന്നത്. ഇന്റീജർ ഡാറ്റ ടൈപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ മോഡ് ഡി എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഒരു പ്രോഗ്രാം ഹെഡർ ഫയൽസ് കൊടുത്ത് തുടങ്ങി മെയിൻ ഫംഗ്ഷൻ അകത്താണ് നമ്മൾ വേരിയബിൾ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്ത വേരിയബിൾ ഡിക്ലറേഷൻ. ഈ വാല്യൂ 22 എന്നുള്ളത് var എന്നുള്ള ഒരു വേരിയബിളിനകത്താണ് സേവ് ചെയ്തിരിക്കുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നത് മോഡ് ഡി ആണ്. സോ നമ്മളത് ഡബിൾ കോട്ട്സിനകത്താണ് ഈ മോഡ് ഡി കൊടുക്കുന്നത്. അപ്പൊ ഈ 22 എന്നുള്ള വാല്യൂ ഈ var എന്നുള്ള വേരിയബിളിലേക്കാണ് അസൈൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് സിംഗിൾ കോഡ്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തും ക്യാരക്ടർ ആണ്. ഇപ്പൊ ഈവൻ 5 ഒരു ഇന്റിജർ ടൈപ്പ് ഡാറ്റ ആണെങ്കിൽ കൂടെ അത് സിംഗിൾ കോഡ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കമ്പൈലർ അതിനെ ക്യാരക്ടർ ആയിട്ടാണ് അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ദെൻ -128 എന്നുള്ള ഒരു മിനിമം വാല്യൂ മുതൽ 127 എന്നുള്ള ഒരു പോസിറ്റീവ് വാല്യൂ വരെയാണ് അതിന്റെ റേഞ്ച് കിടക്കുന്നത്. ക്യാരക്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ മോഡ് സി ആണ്. നമ്മളിവിടെ മെയിൻ ഫംഗ്ഷനകത്ത് ch എന്നുള്ള ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ a എന്നുള്ളതാണ്. സോ ch ഈക്വൽ ടു മോഡ് c എന്ന് വെച്ചാൽ ഈ a എന്നുള്ള ഈ ക്യാരക്ടർ ഈ ch എന്നുള്ള ഒരു വേരിയബിളിനകത്തായിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ദെൻ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്. ഫ്ലോട്ടില് എപ്പോഴും ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടാവും. അതിൽ 4 ബൈറ്റ്സ് ആണ് അതിന്റെ സൈസ്. അതിന്റെ അപ്രോക്സിമേറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്, 3.4e 38 to 3.4e plus 38 minus 38 to plus 38. ഇതിനകത്ത് വരുന്ന ഒരു റേഞ്ച് ആണ് അതിന്റെ വാല്യൂസ്. ഇതിനകത്താണ് അതിന്റെ വാല്യൂസ് കിടക്കുക. ഇതാണ് അതിന്റെ റേഞ്ച്. ദെൻ അതിൽ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ മോഡ് f ആണ്. ഇവിടെ ഫ്ലോട്ട് എന്നുള്ളൊരു ഡാറ്റ ടൈപ്പിനകത്ത് വാല്യൂ എന്നുള്ളൊരു വേരിയബിളിനകത്ത് ഒരു വാല്യൂ ഉണ്ട് 12.45. സോ 12.45 ഒരു ഡെസിമൽ നമ്പർ ഉള്ള ഒരു ഫ്രാക്ഷണൽ പോർഷൻ ഉള്ള ഒരു നമ്പർ ആണ്. അത് സ്റ്റോർ ചെയ്യുന്നത് val വാല്യൂ എന്നുള്ള ഒരു വേരിയബിളിനകത്താണ്. സോ മോഡ് f യൂസ് ചെയ്ത് അത് ഡബിൾ കോട്ട്സിനകത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡബിൾ ഡാറ്റ ടൈപ്പ്. ഡബിൾ ഡാറ്റ ടൈപ്പില് മോർ പ്രിസിഷൻ ദാൻ ഫ്ലോട്ട് എന്നാണ് അതിനെ പറയാ. ഫ്ലോട്ടിനേക്കാളും ഒരുപാട് പ്രിസിഷൻസ് അതിൽ കൂടുതലായിരിക്കും. ഇവിടെ കണ്ടോ,
പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 4, 5, 2, 1 4 ഡിജിറ്റ് ആണ് പോയിരിക്കുന്നത്. അപ്പോൾ ഫ്ലോട്ടിലാണെങ്കിൽ അത്രയും ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടാവില്ല. അതിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ LF എന്നുള്ളതാണ് ഡബിൾ എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ബൂളിയൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് stdbool.h എന്നുള്ളൊരു ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. ബൂളിയൻ സാധാരണമായി വെറും ട്രൂ ഫോൾസ് എന്നുള്ളൊരു വാല്യൂ അസൈൻ ചെയ്യാൻ മാത്രം യൂസ് ചെയ്യാറുള്ളൂ. അതിന് നമ്മൾ 0, 1 ആയിട്ടും അസൈൻ ചെയ്യാം. 0, 1 എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ്. 0 represents false, 1 represents true. അല്ലെങ്കിൽ yes or no. 1 represent yes, 0 represent no. Then bool എന്നുള്ളൊരു കീവേഡ് ആണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ bool a equal to true means a എന്നുള്ളൊരു വാല്യൂ വേരിയബിൾ ട്രൂ ആണ് എന്ന് ഇനീഷ്യലൈസ് ചെയ്തു. b equal to false ആണെങ്കിൽ b false ആണ് എന്നുള്ളത് ഇനീഷ്യലൈസ് ചെയ്തു. Then second one void. voidന് നമുക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ void യൂസ് ചെയ്യുക. നോ വാല്യൂ ഓർ empty വാല്യൂനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Then ഇതിൽ കണ്ടോ void greet എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ void യൂസ് ചെയ്യുന്നത് കൊണ്ട് താഴെ റിട്ടേൺ 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ void കൊടുക്കാറുള്ളത്. അതും ഒരു ഡാറ്റ ടൈപ്പ് ആണ്. ഇത് ഡാറ്റ ടൈപ്സ് ഫസ്റ്റത്തെ കോളത്തിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. സെക്കൻഡ് കോളത്തിൽ അതിന്റെ സൈസ് അത് ബൈറ്റ്സിലാണ്. തേർഡില് ഫോർമാറ്റ് സ്പെസിഫയർ. ഇപ്പോൾ ഇന്റീജർ അതിന്റെ സൈസ് അറ്റ്ലീസ്റ്റ് 2 ആണ്. അതിന്റെ സ്പെസിഫയർ ഫോർമാറ്റ് സ്പെസിഫയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാരക്ടർ, ഫ്ലോട്ട്, ഡബിൾ എന്നുള്ളതിന്റെയൊക്കെ സൈസും ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.